ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്നൊരു പുതിയ സ്ഥലത്ത് പോവാണ്. പുതിയ സ്ഥലം എന്ന് വെച്ചാൽ അധികം ആരും പോയി കണ്ടിട്ടില്ലാത്ത ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങളിന്ന് പോകുന്നത്. അത് നോർത്ത് വെസ്റ്റ് ഇംഗ്ലണ്ടിൽ തന്നെയാണ്, യോർക്ക്ഷയർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഒരു ഒരു പ്രത്യേകതരം ഒരു പാർക്കാണത്. ഫോർബിഡൻ കോർണർ എന്നാണ് അതിന് പേര്. അപ്പം അതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമ്മളാകെ കുറച്ച് വീഡിയോസ് മാത്രമാണ് കണ്ടിട്ടുള്ളൂ. കണ്ടപ്പോൾ നല്ല രസമായിട്ട് തോന്നി. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാം. എന്നാൽ കുറച്ച് സ്കെയറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പോയി കണ്ടു നോക്കാം എങ്ങനെയാണെന്ന്. എന്താണെങ്കിലും ഞങ്ങൾക്ക് ഇന്നൊരു ഓഫ് ഡേ ആണ്. ആദിക്കും സ്കൂളില്ല, അരുണും ഓഫാണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം റെഡിയല്ലേ വാക്കുട്ടാ? ഹായ് അരുൺ, ഒരു ഹായ് പറയാവോ? അപ്പോൾ കാഴ്ചകളിലേക്ക് പോവാം. രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് ഒരു മൂടി കെട്ടിയാണ് ആകാശമൊക്കെ നിൽക്കുന്നത്. ഒരു തരം മഴക്കോളുണ്ട്. അവിടെ ചെല്ലുമ്പോൾ എന്താകുമെന്ന് അറിയത്തില്ല. ഇതുകൊണ്ട് ഇപ്പോൾ തന്നെ മഴയൊക്കെ തൂളി തുടങ്ങി. എന്താകുമോ എന്തോ. 12 മണിക്കാണ് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത്. വിസിറ്റേഴ്സിന് ഓരോ അരമണിക്കൂറും കൂടുമ്പോഴാണ് അവിടെ എൻട്രി ഒക്കെ വെച്ചേക്കുന്നത്. നമ്മൾ ബുക്ക് ചെയ്തത് 12 മണിക്ക്. ഇതിന് ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? അഡൾട്ട്സിന് 17, കുട്ടികൾക്ക് 15 എന്തോ ആണ്. 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ് കേട്ടോ. ഇത്തരം രാജ്യങ്ങളിലൊക്കെ നമ്മുടെ കോൺക്രീറ്റ് മതിലുകളെക്കാട്ടിലും കൂടുതൽ കാണുന്ന ഇങ്ങനെ കുറ്റിച്ചെടികളും കൊണ്ട് മതിലുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. മിക്ക വീടുകളുടെ മുൻപിലും അങ്ങനെ തന്നെയാണ്. പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾക്ക് കോൺക്രീറ്റ് മതിലുകളെക്കാട്ടിലും കൂടുതൽ കണ്ടോ ഇങ്ങനത്തെ മതിലുകളാണ്. ഇത് മുഴുവൻ ചെടിയാണ്. ചെടിയും കൊണ്ടാണ് മതിലുണ്ടാക്കി വെച്ചേക്കുന്നത്. നല്ല രസമുള്ള ഏരിയയെ. എന്നിട്ട് സ്റ്റേ ചെയ്യുന്ന പോലെയാണ് കാണുന്നത്. പിന്നെ ഇവിടുന്ന് എങ്ങോട്ടായിരിക്കും പോകുന്നേ? പക്ഷെ ഇവിടെ വേറെ സ്ഥലങ്ങളൊന്നും കാണുന്നില്ലല്ലോ. ട്രക്കിംഗ് ആയിരിക്കും അപ്പോൾ? ഇവിടെ ഒത്തിരി വണ്ടികളാണ് ഇവിടെയൊക്കെ പാർക്ക് ചെയ്തേക്കുന്നത്. പക്ഷെ ഒരു മനുഷ്യനെ പോലും കാണാനില്ല. ഇവരെങ്ങോട്ട് പോകുന്നതെന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. ചെറിയ ചെറിയ ഫുഡ് ട്രക്കുകളൊക്കെ ഉണ്ട്. അങ്ങനത്തെ 1-2 സാധനങ്ങളൊക്കെ കാണാം, ഫുഡ് ട്രക്കുകൾ. പിന്നെ ആൾക്കാർ ഇവിടെ വന്നിട്ട് ക്യാമ്പ് ചെയ്തേക്കുന്ന പോലെയാണ് കാണുന്നത്. ഒത്തിരി വണ്ടികൾ കിടപ്പുണ്ട്. ഇവരെങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഇവിടെ ഒന്നും മനുഷ്യന്മാരെ കാണാനില്ല. നമ്മളങ്ങനെ കുറേ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1 മണിക്കൂറോളം യാത്ര ചെയ്ത് കുന്നുമലയും താണ്ടി കുറച്ചൊരു ആൾത്താമസമുള്ളൊരു സ്ഥലത്തേക്ക് വന്നേക്കുവാണ്. ഇവിടെ ഒരു പള്ളിയൊക്കെ കണ്ടു. പിന്നെ ഇതുപോലത്തെ കുറച്ച് ബിൽഡിങ്ങുകൾ, കടകൾ കണ്ടോ, ബാറ്, വീടുകൾ. കുറച്ച് സിറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ ഒരു കടകളൊക്കെ ഉള്ള ഒരു ഏരിയ എന്ന് വേണേൽ പറയാം. അത്രേ പറയാൻ പറ്റുള്ളൂ. മാർക്കറ്റ് ഹൗസ് എല്ലാം ഒത്തിരി പഴയ ബിൽഡിങ്ങുകളാണ്. കല്ലുകളും കൊണ്ട് കണ്ടോ, തേക്കൊന്നും ചെയ്യാത്ത പോലത്തെ കല്ലുകൾ മാത്രം വെച്ച് പണിതേക്കുന്ന പോലത്തെ വീടുകളാണ് അതെല്ലാം. ബിൽഡിങ്ങുകൾ, ഫാർമസി ഉണ്ട്. ഞങ്ങളിവിടെ എത്തി. മൊത്തം കോലം കെട്ടുമെന്ന് വേണമെങ്കിൽ പറയോടെ വന്നപ്പോഴത്തേക്ക് 2 മണിക്കൂറുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഇടയ്ക്ക് ഒരു 2 പ്രാവശ്യം നിർത്തേണ്ടി വന്നു. തണുക്കുന്നുണ്ട് കേട്ടോ, നല്ല മഴയാണ്. ഞാൻ വിറയ്ക്കുക. അപ്പം നമ്മളുടെ വണ്ടി നമ്മളോട് പാർക്ക് ചെയ്തു. ഇനി ടിക്കറ്റ് പ്രിൻ്റ് എടുക്കണമെന്ന് തോന്നുന്നു. പ്രിൻ്റ് എടുക്കണോ കിയോസ്കിലേക്ക് പോയി അരുൺ വേണ്ട ആദ്യം മുൻപോട്ട് പോകുന്നു. എനിക്ക് വിറയ്ക്കുവാണ് തണുത്തിട്ട്. കാരണം മഴയും തൂളുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ ഭയങ്കര കുന്നാട്ടോ, ഭയങ്കര കുന്ന്. ഇവിടെ എത്താറായപ്പോഴത്തേക്കുണ്ടല്ലോ നമ്മൾ കുത്തനെ കയറുന്ന പോലെയായിരുന്നു കയറുന്നത്. കുട്ടാ കുടി ഇതെടുത്ത് തലയിലിട്ടോ. മഴയല്ലേ, നല്ല തണുപ്പാണല്ലേ. അത് മഴയുടെയും കൂടിയാണ്. ശരിക്കും തണുപ്പില്ല, അത് മഴയുടെയും കൂടി. അതാണ്ട് ഫോർബിഡൻ കോർണർ കേട്ടോ. ഫോർബിഡൻ കോർണർ എൻട്രൻസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ സ്ഥലം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഗൂഗിളിൽ ദ സ്ട്രേഞ്ചസ്റ്റ് പ്ലേസ് ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്താൽ സെർച്ച് ചെയ്താൽ കിട്ടുന്ന സ്ഥലം ഇതാണ്, ഫോർബിഡൻ കോർണർ കേട്ടോ. UK യോർക്ക്ഷയറിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഒരു 4 ഏക്കറിലാണ് ഈ ഒരു പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുന്ന സംഭവങ്ങളാണ് ഇതെല്ലാം. ഇതൊക്കെയാണ് ഇവിടുത്തെ അട്രാക്ഷൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഒത്തിരി എന്താ പറയുക, ഒത്തിരി ടണൽസ്, പിന്നെ ഒത്തിരി സ്റ്റാച്യൂസ് ഉണ്ട്. കുറേ ഫണ്ണി ആയിട്ടുള്ള സ്റ്റാച്യൂസ് കണ്ട
കണ്ടാൽ ചിലപ്പം പേടിയാവും എന്നാണ് പറയുന്നത്. കുട്ടികൾക്കൊക്കെ ചിലപ്പം പേടിയായേക്കാം. പിന്നെ ഭയങ്കര ഫണ്ണായിട്ടാണ് ഇവിടെ ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവർ ഒരു ഫോളി ആയിട്ട്, അതായത് ഒരു വിഡ്ഢിത്തങ്ങൾ നിറഞ്ഞ സ്റ്റാച്യൂസ്, പ്രത്യേക അർത്ഥങ്ങളൊന്നും ഇല്ലാത്ത കുറേ വിഡ്ഢികളായിട്ടുള്ള രൂപങ്ങളുള്ള സ്റ്റാച്യൂസൊക്കെയാണ് ഇവർ ആദ്യമേ ഉണ്ടാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തത്. അതൊരു പ്രൈവറ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു ഇവരിത് ക്രിയേറ്റ് ചെയ്യുമ്പം തന്നെ. പക്ഷേ പബ്ലിക്കിൻ്റെ ഡിമാൻഡ് കാരണം ഇവരത് പബ്ലിക്കിന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുമായിരുന്നു ഭാവിയിൽ. എൻ്റെ കൈ വിറയ്ക്കുക, അയ്യോ തണുത്തിട്ട്. അങ്ങനെ നമ്മുടെ ബുക്കിംഗ് കൗണ്ടറിലാണ്. നമ്മളൊരു അരമണിക്കൂർ ലേറ്റായി. അവർ എന്തെങ്കിലും പറയുമെന്ന് നിർത്തില്ല. അങ്ങനെ നമ്മൾ ഇതിൻ്റെ എൻട്രൻസിലാണ്, ഫോർബിഡൻ കോർണറിൻ്റെ എൻട്രൻസിൽ. നമ്മൾ ഇത് ടൂറ് സ്റ്റാർട്ട് ചെയ്യാണ്. നല്ല മഴയാണ്, എൻ്റെ ക്യാമറയൊക്കെ നനഞ്ഞു തുടങ്ങി, എന്താവും എന്നറിയത്തില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ എൻട്രൻസ് കേട്ടോ. കണ്ടോ, വലിയൊരു ഇതാരാടാ, ജയന്റോ? ക്ലൂസ് ഒക്കെ ഉണ്ടോ? ഇവിടെ നമുക്കൊരു പസിലുണ്ട് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ബാറ്റിനെ കണ്ടുപിടിക്കണോ? ഇവിടെ നമുക്കൊരു ഗെയിമുണ്ട്. നമുക്കത് ഗെയിം കളിച്ച് വേണമെങ്കിൽ മുൻപോട്ട് പോകാം കേട്ടോ. ഇവിടെയൊക്കെ കണ്ടോ, ആ വഴിയിലൊക്കെ ആൾക്കാരിങ്ങനെ ഒളിച്ച് നിൽക്കുന്നത് അതിൻ്റെ ഉള്ളിൽ. കണ്ടോ, ആദ്യം അതിൻ്റെ ഉള്ളോട്ട് പൊക്കോ. അതിൻ്റെ പോയിട്ട് അതിൻ്റെ നാക്കിൽ തൊട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ, ആദ്യം ഗോ ഇൻസൈഡ്. കണ്ടോ, അവൻ്റെ കണ്ണ് ഓർക്കുന്നു. ഒരു സൗണ്ട് കണ്ടോ, കണ്ണ് ഓർക്കുന്നില്ല. കണ്ടോ, നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറി പോകണം. അതാണ് നാക്ക് കേട്ടോ. എൻ്റെ പൊന്നെ, ഇതുണ്ട്, ഇതിൽ തൊടാം. അയ്യോ, തൊട്ട് കഴിയുമ്പോൾ അത് അനങ്ങുവേ. ഇതുണ്ടോ, നാക്ക് അനങ്ങുന്നേ. എൻ്റെ പൊന്നെ, ഇതേ അവൻ്റെ വായയുടെ ഉള്ളിൽ കൂടെ നമ്മൾ കയറി അകത്തോട്ട് കയറും കേട്ടോ. അങ്ങനെ രാക്ഷസിൻ്റെ വായുടെ ഉള്ളിൽ കൂടെ നമ്മൾ കയറി പുറത്തിറങ്ങി. ഇതിപ്പോൾ പുറത്തെത്തുമ്പോൾ വേറൊരു ലോകമാണ്. ഇതെന്താണ്, രാക്ഷസിൻ്റെ വാലാന്ന് തോന്നുന്നു. ഇതിലൂടെ ഇങ്ങനെ പോണോ? ഫുള്ള് കല്ലും കൊണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഈ സ്ഥലം എന്ന് പറയുന്നത് ഒരു കുന്നിൻ്റെ മുകളിലാണ് കേട്ടോ. താഴെ ഒരു വലിയ വാലിയാണ്. അപ്പം ഇത് കോളിൻ ആംസ്ട്രോങ്ങും അദ്ദേഹത്തിൻ്റെ സുഹൃത്തും ചേർന്ന് ഉണ്ടാക്കിയ ഒരു ഫണ്ണി ആയിട്ടുള്ളൊരു സ്ഥലമാണിത്. അത് അവർ പ്രൈവറ്റായിട്ടാണ് ആദ്യമേ ഉണ്ടാക്കിയത്. മഴ ആയതുകൊണ്ട് നിറച്ചും ചെളിയും വെള്ളമാണ്. ചുറ്റിലും മതിലാണ് കണ്ടോ, വലിയ ഹൈറ്റിലുള്ള മതിൽ. എന്താന്ന് നോക്കുന്നത്, ദാണ്ട് ഇവിടെ ഒരാൾ ഒളിച്ചു നിൽക്കുന്നു. ഇവനെ വിളിച്ചേക്കുന്ന കാലിബനെ കണ്ടു. കാലിബനെ കണ്ടിട്ട് ഒരു ഹായ് ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് പോവാം. ഹായ്, സ്കേറി അല്ലല്ലോ ആ കുട്ടാ? ഉണ്ട്, അമ്മ പറഞ്ഞില്ലേ കൊച്ചിന് ഇതൊക്കെ ഇഷ്ടമാവും അല്ലേ? ഇതാണ് നമ്മുടെ 15 കോയിൻസ് കളക്ട് ചെയ്യണം. അപ്പോൾ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൽ ഞെക്ക്, ഇങ്ങനെയല്ലായിരുന്നു നേരത്തെ ചെയ്തേ. ഹിഡൻ കോയിൻ കണ്ടുപിടിച്ചു. ഇതാണ് നമ്മുടെ ഹിഡൻ കോയിൻ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്ലൂ. അപ്പൊ നമ്മൾ ഇവനെ കണ്ടുപിടിക്കണം. കാണിച്ച ഓക്കെ, ഒരു കോയിൻ കിട്ടി. ഇനി 14 മോർ കോയിൻസും കൂടെ കണ്ടുപിടിക്കണം ആദ്യം. അടുത്ത സ്ഥലം ഇതാണ്ട് ഒരു കുഞ്ഞിച്ചെറുക്കൻ. ചീത്ത വേണമാണല്ലോ. ഒരു കുഞ്ഞിച്ചെറുക്കൻ നിൽക്കുന്നു. അവൻ മൂത്രം ഒഴിക്കും അവിടെ നിന്നുകൊണ്ട്. ഇത് മോശമല്ലേ ബ്രോ? കേവ് അക്വേ. നമ്മളിതിലൂടെ പാസ് ചെയ്യുമ്പോൾ മുകളിൽ നിന്ന് ഒരാളിങ്ങനെ ഇത് കണ്ടോ വെള്ളം വീഴിക്കുന്നത്. നമ്മുടെ പെരുന്തച്ചൻ മൂവിയിൽ കണ്ടിട്ടില്ലേ, ഇങ്ങനെ പാലത്തിൻ്റെ മുകളിൽ കൂടെ പോകുമ്പം ഇങ്ങനെ വെള്ളം ഒഴിക്കുന്നത്. അതാണ് കേട്ടോ ഇത് സംഭവം. പെരുന്തച്ചൻ സെൻസറൊന്നും വെച്ചിട്ടല്ലായിരുന്നു ചെയ്തത്, പക്ഷേ ഇവിടുത്തെ ആൾക്കാർ സെൻസർ വെച്ചിട്ട് നമ്മളിതിലൂടെ ഇങ്ങനെ പാസ് ചെയ്യുമ്പം കണ്ടോ
ഒരു മേത്തേക്ക് വെള്ളം ഒഴിക്കും. വമ്പടെ കള്ള. ഇതാണ് ആ ടവർ. ടവറിൻ്റെ ഇവിടെ എന്താ, ഇവിടെ ഒരു ഗുഹയൊക്കെ ഉണ്ടല്ലോ. ഇതിലൂടെയാണോ പോണ്ടേ? ശരിക്കും അടച്ചിട്ടു. ശരിക്കും ഒരു കൺഫ്യൂസിങ് ടൈപ്പാണ്. നമ്മുടെ ഒരു പസിലെ ഒരു ഗെയിമൊക്കെ പോലെ നമ്മളിങ്ങനെ കോയിൻസ് ഒക്കെ കണ്ടുപിടിച്ച് 15 കോയിൻസ് ഉണ്ട്. പറഞ്ഞോ. ഇതാണ് ടവറിലേക്കുള്ള വഴി. ഉണ്ടാന്ന് തോന്നുന്നു. അയ്യോ, എൻ്റെ തല ഇടിച്ചു. അയ്യോ, ഒട്ടും തല പൊക്കി പിടിക്കല്ലേ. താങ്ക് യു. ഓക്കെ, അപ്പോൾ ഇതാണ് ആ വലിയ ടവർ. ഇതാണ്, കണ്ടോ? ഇതാണ് ആ വലിയ മതിൽക്കെട്ട്. കണ്ടോ, വലിയ മതിൽക്കെട്ടാണ്. എത്ര 10 അടിയങ്ങാണ്ട് ഉയരത്തിലാണ് അവർ ഈ മതിലുണ്ടാക്കിയേക്കുന്നത്. ഇത് അതിന് മുകളിൽ അവരൊരു വലിയ ടവർ ഉണ്ടാക്കി. ആ ടവർ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴത്തെ മനോഹരമായ താഴ്വാരം അവർക്ക് ഇവിടെ നിന്നുകൊണ്ട് കാണാൻ വേണ്ടിയിട്ടാണ് അവരിതുണ്ടാക്കിയേക്കുന്നത്. ഇത് കണ്ടോ, ഇവിടെ ആ ഡോറ് തുറന്ന് ഇങ്ങോട്ടേക്ക് വന്നാൽ നമുക്ക് ഇങ്ങനെ കണ്ടോ, നല്ലൊരു വുഡനായിട്ടുള്ള വോളൊക്കെ വെച്ചിട്ട് മരങ്ങളും കൊണ്ട് ഇങ്ങനെ കൊത്തി ഉണ്ടാക്കിയേക്കുന്ന കൂട്ടൊരു ഇടതാഴി. താഴേക്ക് ഇങ്ങനെ പോവാണ് അവിടെ. ഇത് ഒത്തിരി താഴേക്കാട്ടോ. ഇവിടെ വീണ്ടും ഒരു ഡോറ്. ഈ ഡോറ് തുറന്നു കഴിയുമ്പോൾ ഇവിടെ ആരൊക്കെയോ ഉണ്ട്. മന്ത്രവാദികളാണോ? ഇങ്ങനൊരു സ്ഥലത്തിലേക്കാണ് നമ്മൾ വരുന്നത്. കണ്ടോ, ഇത് ആ ടവറിൻ്റെ അടിഭാഗത്താട്ടോ അവരിതിങ്ങനെ ഉണ്ടാക്കിയേക്കുന്നത്. അമ്പടാ, ഒരു കുട്ടിച്ചാത്തന്. ഇതിൻ്റെ അകത്ത് വെള്ളമൊക്കെ. ഇത് മ്യൂസിക്കൊക്കെ വരുന്നുണ്ട്. ഇതിലൂടെ ഇനി ഇതാരാണ് സ്പേസിൽ നാസയുടെ ആൾക്കാർക്ക് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ പുള്ളിയുടെ ഹെൽമെറ്റ് പൊട്ടിപ്പോയി. ഇതാരാ? ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇതാണോ സിൽവർ ബോള്? പൊക്കോ. ഒന്നും തുറക്കുന്ന ഒരേ വഴിക്ക്. ഒരു കോയിനല്ലേ ഇത്ര നേരമായിട്ടും കിട്ടിയിട്ടുള്ളൂ. ഇത് ഒത്തിരി ഡോറുണ്ടല്ലോ, തുറക്കാൻ പറ്റുമോ? ചുമ്മാ പറ്റിക്കുന്നല്ലേ. അയ്യോ, ഇതിലിപ്പോൾ എങ്ങോട്ട് പോവും? അടിച്ചേ, നമ്മൾ പെട്ടു. ഇതാ വഴി. അപ്പോൾ ഇതോ, ഇവിടെ ഒരു വഴിയുണ്ട്. അത് അത്ര ഉള്ളെന്നു തോന്നുന്നു. എൻ്റെ അമ്മച്ചി, ഇതിലൂടെ പോയി കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ ഏത് വഴിക്കാണ് വന്നതെന്നും ഇങ്ങോട്ടാണ് പോകുന്നതെന്നും ഒരു ഐഡിയ ഇല്ല. ഇത് ഇങ്ങനെ പോകും. കറക്റ്റ് വഴി വേ ഔട്ടായിരിക്കുമോ? അയ്യോ, ഇതിൻ്റെ അടിയിൽ ഏതാണ്ട്. ടീച്ചർ പഠിപ്പിക്കണോ പിള്ളേരെ? ഇത് ക്ലോക്കൊക്കെ ഉണ്ടല്ലോ, ABC. ടീച്ചർ ABCD പഠിപ്പിക്കണല്ലേ? എന്നാ പഠിപ്പിച്ചേ? ക്യാറ്റ് ഡേഞ്ചറസ് ആണെന്നാണോ പഠിപ്പിക്കുന്നത്? അതാണല്ലോ, ശരിയാണല്ലോ. അവൻ പറഞ്ഞ് കറക്റ്റ് ആട്ടോ. ഈ പിള്ളേരെ പഠിപ്പിക്കുവാണ് ക്യാറ്റ് ഡേഞ്ചറസ് ആണെന്ന്. അതെ, ക്യാറ്റ്. ഇവിടെ ക്യാറ്റ് ഉണ്ടോ? ദ മൗസ് ഹോൾ പബ്. ഇവിടെയും എലികളാണല്ലോ. മൗസ് ഹോൾ മെനു റെസ്റ്റോറൻ്റ് ആണ് മൗസിൻ്റെ. അപ്പം എന്തേ? അയ്യോ, നമ്മളിപ്പോൾ എവിടെയോ എത്തി. അതിൻ്റെ ഇടയ്ക്ക് നമുക്കിവിടെ ഒരു ടവർ ഫോർട്ട് എന്ന് പറഞ്ഞ ടവറിന് തൊട്ടിപ്പുറത്തായിട്ടൊരു ചെറിയൊരു കോഫി ഷോപ്പുണ്ട്. ഇവിടുന്ന് അവർ
അരുണും ചായ കുടിക്കണമെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ചായ കുടിക്കാൻ പോകും. അവനെന്താണ് കിട്ടിയ ചോക്ലേറ്റോ? നല്ല മഴയത്ത് നല്ലൊരു ചായ കുടിക്കുന്നത് അടിപൊളിയായിരിക്കും. മഴ കൂടിയല്ലോ അപ്പോൾ. അതുകൊണ്ട് ഇവിടെ ഒരു ചേച്ചി നിൽക്കുന്നു. ആ കൂട്ടം മഴയത്ത് നിങ്ങൾ കയറി പോരെ. ഇത് തലയിൽ വയ്ക്കടാ. നമ്മൾ കറങ്ങി ഇവിടെ എത്തിയപ്പോഴത്തേക്കും മഴ കൂടി. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഒരു ബ്രേക്ക് എടുത്തു. അതേണ്ട ചായ വാങ്ങിച്ചു. ചായ കുടിക്കാൻ പാലുണ്ടോ? പാല് ആയിരിക്കും. ഓരോ അരമണിക്കൂറും കൂടുമ്പോഴാണ് ഇവിടെ എൻട്രി അലോ ചെയ്യുന്നത്. ഒരു എൻട്രിയിൽ 120 പേര് കൂടുതൽ ആൾക്കാരെ ഇവർ സമ്മതിക്കില്ല ഇതിൻ്റെ അകത്തേക്ക് കയറ്റാൻ. ശരിയാണ്, ടവറിലേക്കൊക്കെ കയറുമ്പോൾ ഭയങ്കര ക്രൗഡഡ് ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിരക്കാവും. ഇപ്പോൾ തന്നെ കണ്ടോ, തിരിഞ്ഞു നോക്കിയോ, അവിടെ കണ്ടോ ഇത്രയും ആൾക്കാർ ആ ഒരു ഏരിയയിൽ ടവറിൻ്റെ ഉള്ളിലേക്ക് കയറാനൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല തിരക്കാണ്. നമ്മൾ ഈ ഇതിൻ്റെ എൻട്രൻസിൽ നമുക്ക് അത്രയും തോന്നുകയില്ല. ഓ അടിപൊളി കേട്ടോ. ക്രിസ്റ്റലുകളും കൊണ്ട് ഒരു ടവർ പോലെ ഉണ്ടാക്കിയിരുന്നു. നല്ല രസം. അതുപോലെയൊക്കെ ഉണ്ട്. അടുത്ത കോയിൻ കിട്ടി. ഇതിലൂടെയാണ് നമ്മൾ കയറാൻ നോക്കിയത്. പക്ഷെ ഇതിൻ്റെ ഉള്ളിലൂടെ ഒരു മനുഷ്യന് ഫിറ്റ് ആവില്ല. ഇതുണ്ട്, ഭയങ്കര വീതി കുറഞ്ഞൊരു പാസേജാണ് താഴേക്ക്. പക്ഷെ പുറത്തെത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ഏതാണ്ടൊക്കെ ഉണ്ട്. രസമുള്ളൊരു ഗ്ലാസ് പെയിൻറ്റിങ്. ഇതാണ് സിംഹാസനം. ഓക്കെ, പട്ടാഭിഷേകം. പട്ടാഭിഷേകം. ദേ നോക്കി താഴേക്ക് നോക്കി. എന്തിരിസാ അവനെ പൊക്കിക്കപ്പോ. വീണ്ടും നമ്മൾ എക്സിറ്റ് ചെയ്തു. ഇനി നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടാ? ആ മേസിലേക്ക്. ഓ ഇവിടെയാണ് ടോയ്ലറ്റ്സ്. ഏയ് കണ്ടോ, ഇതാണ് ടവറിന്റെ ഒരു മുൻവശം എന്ന് പറയുന്നത് കേട്ടോ. അതെവിടെയാ പോലും അത് കണ്ടില്ലല്ലോ അല്ലേ? ചിലപ്പോ ആ ശരിക്കും നടന്നു വന്ന വഴിയിലായിരിക്കും. ഗേറ്റ് തുറന്നു. ഓ ഇവിടെ ഒരു കോയിൻ ഉണ്ടല്ലോ. ഇവിടെ ഒരു എന്നിന്റെ കോയിന്. അവിടെ ഒരു കിളി ഇരിക്കുന്നുണ്ടോ? ഞാൻ അത് ഒറിജിനൽ കിളിയാന്ന് തോന്നുന്നു. കണ്ടോ? കണ്ടോ, റിയലാന്ന് തോന്നുന്നല്ലേ? അത് അനങ്ങുന്നുണ്ടോ? ടയേർഡായിരിക്കും, വയസ്സായി കാണും പാവം. ഓക്കെ, അടുത്ത കോയിൻ കിട്ടി. ഇത് ഈ മനുഷ്യന്റെ പേരെന്താ? ആക്സ്മാനോ? ദേ വലിയൊരു ആക്സ് പിടിച്ചേക്കുന്ന ഒരു മനുഷ്യന്. ആക്സ്മാനെ കണ്ടു. ത്രൂ മീ യു പാസ് ഇൻ ടു ദി സിറ്റി ഓഫ് വോ. ത്രൂ മീ യു പാസ് ഇൻ ടു ദി എറ്റേണൽ പേ. കൊച്ച് അപ്പയുടെ കൈ പിടിച്ചു. അമ്മ മുൻപിൽ പോകാം. ഓക്കെ, പേടിയാവും കണ്ടാൽ. അതേ പിള്ളേരൊക്കെ കരയുന്നു. അതുകൊണ്ട് പേടിക്കണ്ട, ഇതൊക്കെ ഫണ്ണാണ് കേട്ടോ. ഓക്കെ, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ഇതൊക്കെ ഫണ്ണല്ലേ. കണ്ടോ? ആ അതെ, കളറടച്ചു. പക്ഷെ ലൈറ്റില്ലല്ലോ, എങ്ങനെ കാണും? നമുക്കൊന്നും ഇതുണ്ടോ ഒരു ശവപ്പെട്ടി? ഇത് തുറക്കുവോ? തുറന്നു നോക്കി. എംപ്റ്റി ബോക്സ്. പക്ഷെ ഇവിടെ നമുക്ക് വീഡിയോ എടുത്താൽ ഒന്നും കാണാൻ പറ്റുന്നില്ല. അതാണ്. ഞാൻ മുമ്പിൽ പോവാം.
തുറക്കുവോ? ഓസ്റ്റിൻ പീസ് എന്താണ്? ബെസ്റ്റിൻ പീസാ. 963 ജനിച്ച് 888 മരിച്ചു. BC ആയിരിക്കും. ഇത് തുറക്കുവോ? ഇതെന്താണെന്നറിയാമോ? ഇതൊരു ശവപ്പെട്ടിയാ. ഇതിന് ഇതൊരു ഡോറാണ്. ഈ ഡോറിന് ശവപ്പെട്ടിയുടെ ഷേപ്പാണ്. ഓ, ഇതാണ് ആ പുള്ളിക്കാരി. അതാണ് സംഭവം അല്ലേ? ലുക്കിംഗ് ഫോർ ആൻ എക്സ്ക്യൂസ് ഫോർ എ പാർട്ടി. ഇത് ഭയങ്കര വൃത്തികെട്ടമാണ്. ഇവിടെ അല്ലേ? ഇവിടെയാണോ? ഇതാ പോണ ലൈറ്റ്സ്. അയ്യോ, ഇങ്ങനെ കയറി പോയാ ഇങ്ങനെ മുകളിലെത്തി. ഏതോ ഒരു അറ്റത്തെത്തി തോന്നുന്നു. ക്യാരി ഓൺ ടു ഫോർബിഡൻ കോർണർ ഗാർഡൻ ദിസ് വേ. ഓക്കെ, ഞങ്ങൾക്ക് ഇടയ്ക്കുന്നു. നിങ്ങളെ തുറങ്കിലടച്ചിരിക്കുന്നു. ആ, ഏത് വഴി? ഏത് വഴി? ഇതിലൂടെ പോണോ? നനയ്ക്കായിരിക്കും. ഇവിടെയോ? അയ്യോ, ചതിയാണ്, ചതി. If you have seen all this or there is to see, then pass this way by twist. Pole and tree back soon. അയ്യോ, മൊത്തത്തിൽ പ്രശ്നമല്ല. നിങ്ങൾക്ക് കിട്ടിയല്ലേ? അതെനിക്കിട്ടും കൂടി. They are hiding to trick you. സംഭവം എന്താണെങ്കിലും അടിപൊളിയാണ്. ഭയങ്കര ക്രിയേറ്റിവിറ്റിയാണ്. പേടിപ്പെടുത്തുന്ന സാധനങ്ങൾ എന്ന് പറയാനൊന്നുമില്ല. ചിലപ്പോൾ കുഞ്ഞു പിള്ളേർക്കൊക്കെ പേടിയാവുമായിരിക്കും. ആദിക്ക് പോലും ഒട്ടും പേടിയായില്ല. അവൻ ശരിക്കും എൻജോയ് ചെയ്യുമായിരുന്നു. അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. തൊപ്പി വെക്കാവോന്ന് എനിക്ക് അറിയത്തില്ല. Asarma in the forbidden corner. ചെളിയിലേക്ക് അത് നിൽക്കണ്ട, ഇച്ചിരി മാറിയെന്നോ. ഇങ്ങനെ ഒഴിക്ക. അതാണ് ക്രിക്കറ്റ് ഗ്രൗണ്ട്. ഇവിടെ കയറാൻ പറ്റില്ലായിരിക്കും. മൃഗങ്ങളല്ലേ? മനുഷ്യന്മാരാണോ? ഓ ശരി. ഞാനതിൻ്റെ വീഡിയോ കണ്ടപ്പോൾ മൃഗങ്ങളാണെന്ന് വിചാരിച്ചു, മൊയിലുകൾ പോലത്തെ. പക്ഷെ ഇത് ശരിക്കും മനുഷ്യന്മാരാണ്. ഭയങ്കര പാടാണ് അതിലൂടെ കടന്നു. കൊച്ചിന് ഈസിയാണ്. അതെ, അപ്പയ്ക്ക് ഭയങ്കര ഹാർഡാകണ്ട. എന്നിട്ട്
ഓ അടുത്തിരുട്ട്. ഓ ഇതാണോ അത്? ഇറങ്ങാൻ പറ്റുമോ നോക്കിയാലോ? പക്ഷെ വീണ്ടും നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് എത്തും. എൻ്റെ അമ്മച്ചി ഇതുണ്ടോ എത്ര ഇടിങ്. താങ്ക് യു താങ്ക് യു. അയ്യോ ഇതുണ്ടല്ലോ നമ്മളെ ചുറ്റിച്ച് എവിടെയെന്നാണ് തുടങ്ങുന്നതെന്നോ എവിടെയാണ് അവസാനിക്കുന്നതെന്നോ ഒരു ഐഡിയ ഇല്ല. ഈ സ്ഥലം കണ്ടിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും ചുറ്റിപ്പോവും. Here's a good boy. Right, now this stone and then that stone. And then this stone and then this next stone. Oh, you got it, son. And this stone. Oh, where the sensor was right. He's like, I don't even care, I'm just gonna wear it. ഇത് പണിയാണ്. നമ്മൾ ഏകദേശം ഒരു 3 മണിക്കൂറായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുക. ഒരവസാനം എത്തുന്നില്ല. കുറെ പെയിന്റിങ്സ് ഒക്കെയാണ്. അതാണ്ട് ഒരു ഡ്രാഗൺ. ഇത് വേറൊരു സ്റ്റാച്ചു ആണ് കേട്ടോ, ഒരു സ്കേറി വൺ. ഇതാണോ സ്കേറി സ്റ്റാച്ചു? ഇറങ്ങിക്കോ സ്റ്റാച്ചു. മഴയാണ്, മൊത്തം മഴയാണ്. ഇനി എന്നതാ? അയ്യോ 3 നമ്മളിവിടെ 12:30 ആയപ്പോൾ കയറിയതാ. ഇപ്പം ഏകദേശം 3 മണിയായി. ഇതുവരെ ഒന്നും കണ്ടു തീർന്നിട്ടില്ല. ശരിക്കും പറഞ്ഞ രസമാണ്. കയറി ഇറങ്ങി ഒത്തിരി ഇങ്ങനെ ഇടവഴികളിൽ കൂടെ പോയി അവസാനം എവിടെയെങ്കിലും ഒരു സ്ഥലത്തെത്തും. ചിലപ്പോൾ വന്ന വഴി തന്നെ തിരിച്ചെത്തും. ഒരു 3 പ്രാവശ്യം ഞങ്ങളിപ്പോൾ ഒരു വഴി കൂടെ നടത്തും. നല്ല രസമാണ്. ഭയങ്കര മഴയും ചെളിയൊക്കെ ആയതുകൊണ്ടൊരു മുഷിച്ചിലെന്ന് മാത്രം. എല്ലാവരും നനഞ്ഞ് കുളിച്ചിരിക്കുക. എന്തായടാ, ടയർഡായോ ആദികുട്ടാ? ടയർഡായോ? നോ. ഇനി എത്ര എണ്ണം കണ്ടുപിടിക്കാണ്ട്? അപ്പോൾ കിട്ടൂല. ഒരുവിധ സാധനങ്ങളൊക്കെ നമ്മൾ കണ്ടില്ലേ. അപ്പോൾ അവസാനത്തെ കോയിൻ, ശരിക്കും പറഞ്ഞത് ആദ്യത്തെ കോയിനായിരുന്നു. അങ്ങനെ നമ്മുടെ ഫോർബിഡൻ കോർണർ ഒരു സംഭവം തന്നെയായിരുന്നു. ഒരു 3 മണിക്കൂർ കൂടുതൽ ഞങ്ങൾ ഇതിൻ്റെ അകത്ത് കിടന്ന് കറങ്ങിയിട്ടും ഒരു ഐഡിയയും കിട്ടിയില്ല നമ്മൾ എവിടുന്നാണ് തുടങ്ങുന്നത് എവിടെയാണ് അവസാനിക്കുന്നതെന്നൊന്നും. അത്രയ്ക്കും ഉള്ളിൽ കൂടെയുള്ള വഴികൾ ഇങ്ങനെ പോയി ഒരു 3 പ്രാവശ്യമൊക്കെ ഞങ്ങൾ ഒരേ വഴി കൂടെ കയറി ഇറങ്ങുകയും ചെയ്തു. എന്നാലും കൺഫ്യൂഷനാണ് നമ്മൾ എവിടുന്ന് കയറി എവിടുന്ന് ഇറങ്ങിയെന്ന്. അങ്ങനെ ഭയങ്കര രസമായിരുന്നു കാണാൻ. പിള്ളേരെയും കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു 3-4 മണിക്കൂർ ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ്. ഇവിടെ ഒരു ഗിഫ്റ്റ് ഷോപ്പ് ഉണ്ട്, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി നോക്കാം. കഫേ ഗിഫ്റ്റ് ഷോപ്പ് ആൻഡ് എക്സിറ്റ്, അത് ആ സൈഡിലാണ്. നമുക്ക് അവിടെയും കൂടി ഒന്ന് പോയി നോക്കിയിട്ട് നോക്കാവേ. ഇതൊരു മാനാണ്, ട്രീ ആണ്. പക്ഷെ ഇവിടെ കോയിൻ ഉണ്ടോന്ന്, പക്ഷെ ഇവിടെ കോയിൻ ഉണ്ടാവും. നമ്മൾ എക്സിറ്റ് ചെയ്തില്ലേ ഓൾറെഡി. ആ ശരിയാണല്ലോ, അവിടെ കോയിൻ ഉണ്ട്. കിട്ടി. ട്രീമാനെ കണ്ടുപിടിച്ചു. നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ട്രീമാനെ കണ്ടുപിടിച്ചു സുഹൃത്തുക്കളെ. നമ്മളൊരു കോയിൻ മിസ്സിംഗ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ട്രീമാനെ കണ്ടുപിടിച്ചു. എക്സിറ്റ് കഫേ ഷോപ്പ് ആണ്. എക്സിറ്റ് കഫേ ഷോപ്പ്. ഇവിടെ വന്ന സ്ഥിതിക്ക് ആ ഷോപ്പ് ഒന്ന് കണ്ടേക്കാം. പുഷ്. ഓ ഇതാണോ ഷോപ്പ്? ഇതാണ്
ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു കഫേ ഷോപ്പ് ആണ്, കഫേ ആണിത്. ഇതാണ് ഇവിടത്തേക്ക് ഒരു ഗിഫ്റ്റ് ഷോപ്പ് എന്ന് പറയുന്നത്. നല്ല രസമുണ്ട് കേട്ടോ, സാധനങ്ങളൊക്കെ വെച്ചേക്കുന്നതൊക്കെ കാണാൻ. 13 രൂപ. നമ്മുടെ യോർക്ക്ഷയർ ശരിക്കും പറഞ്ഞാൽ ഫാമേഴ്സിൻ്റെ ഒക്കെ ഒരു ഏരിയ ആണ്. അതുകൊണ്ടാണ് ഈ കൂടുതലും ഷീപ്പും പിന്നെ കൗവും ഒക്കെ വെച്ചേക്കുന്നത്. ഇത് കണ്ടോ, കുറേ ഷീപ്പിൻ്റെ ഒക്കെ സുവനീറിന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ കുറേ പംകിൻസ് ഉണ്ട്, പിന്നെ റാബിറ്റ്സ് ഉണ്ട്, പിന്നെ ചെറിയ കോട്ടേജുകളുണ്ട്. അങ്ങനെ നല്ല രസമായിട്ട് അവർ ചെയ്ത് വെച്ചേക്കുന്നതാണിത്. ഇവിടെ ആണെങ്കിലും അങ്ങനെ ഒരു കുറേ സാധനങ്ങളുണ്ട്. കപ്പ്, പിന്നെ ഷീപ്പിൻ്റെ പടമുള്ള ബുക്ക്, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ കുറേ ബുക്സൊക്കെയാണ്. ഇത് നമ്മുടെ ഫോർബിഡൻ കോർണറിൻ്റെ ഡിസൈൻസിലുള്ള സാധനങ്ങൾ. ഭയങ്കര റേറ്റാട്ടോ എല്ലാത്തിനും, അങ്ങനെ അത്ര ചെറിയ റേറ്റൊന്നുമല്ല. ഇത് നമ്മളിവിടുന്ന് ഇപ്പം കണ്ട ഒരു ട്രീമാൻ്റെ പടമുള്ള ഫ്രിഡ്ജ് മാഗ്നറ്റ് എടുത്തുകൊണ്ട് കണ്ടിട്ട് എനിക്ക് ഒരു ഭംഗിയൊന്നുമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. എന്നാലും പക്ഷേ ഈ സ്ഥലത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നമുക്കിത് മേടിക്കാം. ഓക്കെ, കിണർ വേണോ? 6 പൗണ്ട്. Hi, just only this. Can I pay by card? £3.50, please. Yeah. Just on there when you're ready. Thank you. Thanks so much. Exit this way. വാടാ കുഞ്ഞപ്പാ. അപ്പോൾ ഞങ്ങൾ നമ്മുടെ ട്രിപ്പ് ഇവിടെ ഏകദേശം അവസാനിക്കുകയാണ്. ഞങ്ങൾ തിരിച്ച് വന്ന് വണ്ടി കയറി. എല്ലാവരും നനഞ്ഞ് കുളിച്ചിരിക്കുകയാണ്. ആദ്യമൊക്കെ നനഞ്ഞു, അരുൺ നനഞ്ഞു, അരുണിനെ നോക്കി നനഞ്ഞു, ഞാനിതാണ്ട് നനഞ്ഞു കുളിച്ചിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ തിരിച്ചു പോകണം. ഇന്ന് രാവിലെ തൊട്ട് ഇത്രയും നേരമായിട്ട് മഴ നിന്നിട്ടില്ല. അലമ്പായിപ്പോയി മഴ കാരണം. ബാക്കി ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ചെളിയൊക്കെ ആയി കാലിലും മേത്തൊക്കെ, എന്നാലും കുഴപ്പമില്ല. നമ്മൾ അടിച്ചു പൊളിച്ചു. ഇനി 2 മണിക്കൂർ 1.25 മണിക്കൂർ എടുക്കും നമുക്ക് തിരിച്ചു പോകാൻ. വണ്ടി 1.25 മണിക്കൂർ എടുക്കും നമുക്ക് തിരിച്ചു പോകാൻ. നമ്മൾ പോവാണ്. പിന്നെ തിരിച്ചു പോകുമ്പോഴത്തെ വീഡിയോസ് ഒന്നും തന്നെ എടുക്കുന്നില്ല, കാരണം മുൻപിൽ താറാവ് കേട്ടോ, സൂക്ഷിക്കണേ. കാരണം നമ്മൾ വന്ന അതേ വഴി തന്നെയാണ് തിരിച്ചു പോകുന്നത്. മഴയാണ്, പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുക്കാനില്ല. വന്ന വഴിക്ക് ഇപ്പം കണ്ട കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ, പ്രത്യേകിച്ചൊന്നുമില്ല, വേറെ വിശേഷങ്ങളൊന്നുമില്ല. അപ്പം ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ബൈ പറയാവോ? ബൈ. അപ്പോൾ ബൈ. അപ്പോൾ വണ്ടി ഓടിക്കുക, പ്രശ്നമില്ല, മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, നോ ഇഷ്യൂസ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.